2016 പുറത്തിറങ്ങിയ ആനന്ദം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് അനാർക്കലി മരക്കാർ. പിന്നീട് വിമാനം, ഉയരെ, B32 മുതൽ 44 വരെ തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ പ്രകടനമാണ് അനാർക്കലി നടത്തിയത്. മന്ദാകിനി എന്ന പുതിയ ചിത്രത്തിലൂടെ വീണ്ടും നായികയായെത്തുകയാണ് അനാർക്കലി. എന്നാൽ അനാർക്കലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായിരുന്നു അഷ്റഫ് ഹംസ സംവിധാനം ചെയ്ത് 2023 പുറത്തിറങ്ങിയ സുലൈഖ മൻസിൽ. ചിത്രത്തിലെ ഹാല എന്ന കഥാപാത്രം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഇപ്പോഴിതാ സുലൈഖ മൻസിൽ എന്ന സിനിമയെപ്പറ്റിയും ആ സമയത്ത് തൻ്റെ വസ്ത്രധാരണത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ് അനാർക്കലി. മലബാറിലെ കഥ പറയുന്ന ചിത്രമായതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവിത രീതിയോട് ചേർന്ന വസ്ത്രങ്ങളാണ് കൂടുതലും ധരിച്ചിരുന്നതെന്നും സെക്സി വസ്ത്രങ്ങൾ ഒഴിവാക്കിയിരുന്നെന്നും അനാർക്കലി പറയുന്നു. സുലൈഖ മൻസിൽ ചെയ്ത സമയത്ത് വസ്ത്രധാരണത്തിൽ ശ്രദ്ധിച്ചിരുന്നു. ആ സിനിമ മലബാറിലെ കൾച്ചറുമായി ബന്ധപ്പെട്ട ഒന്നാണല്ലോ. ആ സമയത്ത് മലബാറിൽ ധാരാളം ആരാധകർ ഉണ്ടായിരുന്നു. എന്നെ സെക്സി വേഷത്തിൽ കാണുന്നത് അവർക്ക് ഇഷ്ടമാവില്ലെന്ന് എനിക്ക് തോന്നി. ആ ഭാഗത്ത് സിനിമ വലിയ വിജയമായിരുന്നു. അവിടെ പരിപാടികൾക്ക് പോകുമ്പോൾ എന്നെ വിളിച്ചിരുന്നത് പോലും ആ സിനിമയിലെ കഥാപാത്രമായ ഹാലയുടെ പേരിലാണ്. അതുകൊണ്ട് ആ സമയത്ത് സെക്സി വേഷങ്ങൾ ധരിച്ച് ഫോട്ടോഷൂട്ട് നടത്തണ്ട എന്നൊരു തീരുമാനം ഞാൻ ബോധപൂർവം എടുത്തിരുന്നു. അവരുടെ ഇഷ്ടം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് എനിക്ക് തോന്നി. ആ ഇഷ്ടം എനിക്കും ഇഷ്ടമായിരുന്നു. സത്യത്തിൽ ഷോർട്ട് ഡ്രസ്സും സ്ലീവ്ലെസ്സും ഡ്രസ്സും ഒക്കെ ഇടാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. സുലൈഖ മൻസിലിന്റെ സമയത്ത് കുറെ കാലം എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ പിക്ചർ തട്ടമിട്ട ഒരു ഫോട്ടോ ആയിരുന്നു. ആ സമയത്ത് ഹിജാബിന്റെ പരസ്യത്തിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ ജീവിതത്തിൽ ഞാനൊരിക്കലും ഹിജാബ് ധരിച്ചിട്ടില്ല. അതേസമയം നവാഗതനായ വിനോദ് ലീലയാണ് മന്ദാകിനി സംവിധാനം ചെയ്യുന്നത്. അൽതാഫ് സലീമാണ് ചിത്രത്തിൽ അനാർക്കലിയുടെ നായകനായെത്തുന്നത്. കോമഡി ജോണറിലാണ് ചിത്രം ഒരുങ്ങുന്നത്. എന്നാൽ ട്രെയിലറിൽ നിന്നുള്ള സൂചനകൾ ഗണപതി, വിനീത് തട്ടിൽ, അശ്വതി ശ്രീകാന്ത്, അജയ് വാസുദേവ്, ജാഫർ ഇടുക്കി, ജൂഡ് ആന്റണി ജോസഫ്, ജിയോ ബേബി തുടങ്ങി നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.